24-25 വർഷത്തെ രാഷ്ട്രീയ പരിചയം എനിക്കുള്ളൂ. ഞാൻ ജനങ്ങളുടെ അനുഗ്രഹം കൊണ്ട് 5 തവണ MLA ആയിട്ടുണ്ട്, 3 തവണ മന്ത്രിയായിട്ടുണ്ട്. എന്തിനാണ് ഈ പ്രതിഷേധം, എന്തിനാണ് ഈ സമരം എന്നെനിക്ക് മനസ്സിലാക്കില്ല. അവരെന്ത് തെറ്റാണ് ചെയ്തത്? ഒരു പഴയ കെട്ടിടം പൊളിഞ്ഞു വീണു, ദൗർഭാഗ്യകരമായ ഒരു സംഭവം നടന്നു, ഒരു സഹോദരി അതിൽ പെട്ടു. അപ്പോൾ ഒരു മന്ത്രി അവിടെ എത്തുമ്പോൾ എന്താ ചെയ്യുന്നത്? അപ്പം ഞാനായാലും ശരി അവിടെ എത്തുമ്പോൾ എന്താ പറയുന്നത്? ഇത് കുഴപ്പമൊന്നുമില്ല, അത് ആരെങ്കിലും ഉണ്ടോ? ഇല്ല, നമ്മൾ കൂട്ടി അബാൻഡൻ ചെയ്തിരുന്ന സാധനമാണ് എന്ന് പറയുമ്പോൾ അവർ അല്ലല്ല അബാൻഡൻ ചെയ്തതല്ല, ആളുണ്ടെന്ന് ഞാൻ അവർ പറയും. അതുകൊണ്ട് അവരൊരു സ്ത്രീയല്ലേ, ആക്രമിക്കുന്നതിനൊരു മര്യാദയൊക്കെ ഇല്ലേ? കാരണം അവരെങ്ങനെയാണിത് ഒരു ഊഹിച്ചങ്ങനെ പറയും. ഈ പൊളിഞ്ഞു വീണ കെട്ടത്തിന്റെ അടിയിൽ ഈ ബിന്ദു എന്ന സഹോദരി കിടപ്പുണ്ടെന്ന് എങ്ങനെയാണ് ഒരു മന്ത്രിക്ക് പറയാൻ പറ്റുന്നത്? ഫയർഫോഴ്സും ഉദ്യോഗസ്ഥരും പറയും സാറേ ആരുമില്ല എന്ന് പറയുമ്പോൾ അത് നിങ്ങളോട് അവതരിപ്പിക്കാനല്ലേ മന്ത്രിക്ക് പറ്റും? അതൊരു കുറ്റമാണോ? അത് കഴിഞ്ഞത് അറിയുമ്പോൾ തന്നെ സേവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിലൊരു ആരോഗ്യമന്ത്രിക്ക് എന്താണ് റോളെന്ന്? അങ്ങനെ നമ്മളൊരാളെ ഒറ്റപ്പെടുത്തി വേട്ടയാടുന്നത് ഒരു അന്തസ്സല്ല. ചെയ്യുന്ന കുറ്റത്തിന് ചെയ്യാത്ത കുറ്റങ്ങൾക്ക് വേണ്ടി പ്രതിഷേധിച്ചാൽ ചെയ്യുന്ന കുറ്റം അവതരിപ്പിച്ച് ആരും വിശ്വസിക്കില്ല. എല്ലാ ദിവസവും രാവിലെ എണീച്ച് സർക്കാരിനെതിരായിട്ട് വിമർശനം. ഈ വിമർശനം കേട്ടിട്ട് ജനങ്ങൾ മടുത്തു. കേരളത്തെ സാധാരണ ജനങ്ങൾ ചോദിക്കുന്നു, എന്തിനാണ് ഈ സമരം? എന്തിനാണ് ഈ വീണ ജോർജിനുള്ള സമരം? എന്തിനാണ് എനിക്ക് മനസ്സിലായി.